ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. എന്നാൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ ഈ കാലഘട്ടത്തിൽ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ പ്രശ്നത്തിൽ ബോധവൽക്കരണം കുട്ടികളിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന IMAയുടെ ആശയത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. RSS ഭീകരതയ്ക്കെതിരെ SFIയുടെ പ്രതിഷേധ കൂട്ടായ്മ. ജില്ലയിലെ വിവിധ കോളേജുകളിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. കുടിവെള്ളത്തിൽ മാലിന്യം കലർത്തിയതായി പരാതി. കെട്ടിട ഉടമക്കെതിരെ കേസെടുക്കണമെന്ന് SC/ST ഐക്യവേദി. നവംബർ 16-ന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കളക്ടർ CA ലത. വിശദമായ വാർത്തകളിലേക്ക്. നവംബർ 16-ന് കോഴിക്കോട് നടക്കുന്ന ജനസമ്പർക്ക പരിപാടികളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ CA ലത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും ജനസമ്പർക്ക പരിപാടിയുടെ സുരക്ഷയ്ക്കായി 2000-ഓളം പോലീസുകാരെ വിന്യസിച്ചതായും കളക്ടർ പറഞ്ഞു. നിലവിൽ വന്ന ഒട്ടുമിക്ക പരാതികളും പരിഹരിച്ചതായും കളക്ടർ കൂട്ടിച്ചേർത്തു. അതുകൂടാതെ ഫ്രഷ് ആയിട്ടുള്ള പെറ്റീഷനേഴ്സിന് അന്ന് മുഖ്യമന്ത്രിയെ ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് അതിനുശേഷമോ കാണാവുന്ന സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. SFI പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. RSS ഭീകരതയ്ക്ക് മാപ്പില്ല, കൊലയാളികളെ തുറങ്കിലടക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. RSS ഭീകരതയ്ക്ക് മാപ്പില്ല, കൊലയാളികളെ തുറുങ്കിലടയ്ക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് SFIയുടെ നേതൃത്വത്തിൽ ക്യാമ്പസുകളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. കോഴിക്കോട് മാളിക്കടവ് ഗവൺമെന്റ് ITയിൽ നടന്ന പരിപാടി SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ സെക്രട്ടറി VK കിരൺരാജ് മൊകേരി ഗവൺമെന്റ് കോളേജിലും ജില്ലാ പ്രസിഡന്റ് TK സുമേഷ് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് കോളേജിലും SFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M സമീഷ് ചേളന്നൂർ SNG കോളേജിലും KM നീനു കൊയിലാണ്ടി ഗവൺമെന്റ് ITയിലും ഉദ്ഘാടനം ചെയ്തു. വിഷ്ണു CP, പ്രസാദ് T, ഷിഹാദ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത് വിവിധ ക്യാമ്പസുകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. താമസക്കാരെ കൊണ്ട് കക്കൂസ് മാലിന്യം കലർന്ന വെള്ളം കുടിപ്പിച്ച വീട്ടുടമസ്ഥൻ സുലൈമാനെയും അനീതിക്ക് കൂട്ടുനിൽക്കുന്ന വാർഡ് മെമ്പർ രാജീവിനെയും അട്രോസിറ്റീസ് നിയമം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി. പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരുമൺപുറ വിഷ്ണുക്ഷേത്രത്തിന് സമീപമുള്ള സുലൈമാൻ കോട്ടേഴ്സിലെ താമസക്കാരാണ് വീട്ടുടമസ്ഥനിൽ നിന്നും കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള പീഡനം അനുഭവിക്കുന്നത്. സുലൈമാൻ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിക്കുന്നവരിൽ 4 കുടുംബങ്ങൾ പട്ടികജാതിക്കാരും 5 കുടുംബങ്ങൾ മുസ്ലിങ്ങൾ ഉൾപ്പെട്ട പിന്നാക്ക വിഭാഗക്കാരുമാണ്. താമസക്കാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളം മലിനമായെന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് താമസക്കാർ പരാതിപ്പെടുമ്പോഴെല്ലാം കിണറിൽ ബ്ലീച്ചിംഗ് പൌഡർ കലക്കി പരിഹരിക്കാറുണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വെള്ളത്തിന് നിറവ്യത്യാസവും രുചിവ്യത്യാസവും ഉണ്ടാവും. ഫ്ളാറ്റ് നിവാസികൾ ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോഴാണ് കിണർ വെള്ളത്തിൽ കക്കൂസ് മാലിന്യം കലർന്നതായി കണ്ടെത്തിയത്. പരാതി പറഞ്ഞ താമസക്കാരോട് വെള്ളം ശുദ്ധീകരിക്കുന്നതിനു പകരം വീട് ഒഴിയാനാണ് വീട്ടുടമസ്ഥനായ സുലൈമാൻ പറഞ്ഞത്. തങ്ങൾ കൊടുത്ത അഡ്വാൻസ് തുക തിരിച്ചു തരാതെ ഒഴിയില്ലെന്ന് കർശനമായി പറഞ്ഞ താമസക്കാരെ ഭീഷണിപ്പെടുത്തി ഒഴിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് താമസക്കാരൻ പറഞ്ഞു. വാർഡ് മെമ്പർ രാജീവനും അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ട് ഫ്ളാറ്റിൽ താമസിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ്. മലിനജലം ഉപയോഗിച്ച വാടകക്കാർക്ക് രോഗങ്ങൾ വിട്ടുമാറുന്നില്ല. തീർത്തും അനധികൃതമായാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്ന് പട്ടികജാതി വർഗ ഐക്യവേദി ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ പറഞ്ഞു. കിണർ വെള്ളം മലിനമാണെന്നറിഞ്ഞിട്ടും വലിയ തുക വാടക വാങ്ങി താമസക്കാരെ കൊണ്ട് മലിനജലം കുടിപ്പിച്ച സുലൈമാനെയും പാവങ്ങളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന വാർഡ് മെമ്പർ രാജീവനെയും പട്ടികജാതി വർഗ പീഡന നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും പട്ടികജാതി വർഗ ഐക്യവേദി ഭാരവാഹികൾ പറഞ്ഞു. ബേപ്പൂർ മേഖലാ കാര്യാലയത്തിന് കീഴിലെ മണൽ വിതരണം നിലച്ചിരിക്കുകയാണ്. അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കോർപ്പറേഷൻ മേഖലാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി.
കോഴിക്കോട് കോർപ്പറേഷന്റെ മണൽ വിതരണ രംഗത്തെ കെടുകാര്യസ്ഥത തുറന്നു കാണിക്കാൻ ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ ജില്ലാ സെക്രട്ടറി ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ബാധിക്കുന്ന മർമ്മപ്രധാനമായ പ്രശ്നങ്ങളോട് പാർട്ടി പുലർത്തിപ്പോന്ന പാർട്ടിയുടെ സമീപനം പോലെ അഹങ്കാരത്തിന്റെയും ഭാഷയിൽ സംസാരിച്ച് മുമ്പോട്ടു പോകുന്ന ഒരു ഭരണാധികാരികളെ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം കാണാൻ കഴിയുന്ന വസ്തുതയാണ്. മണ്ഡലം പ്രസിഡന്റ് ബി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പി കെ മാമുക്കോയ, ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഗഫൂർ, പി മാധവദാസ്, വി പി ബഷീർ, എ എം അനിൽകുമാർ, കെ വേണുഗോപാൽ, മലയിൽ ഗീത, ഷഫ്നാസ് ആലി, കെ പുഷ്പരാജൻ, എം ഷെറിൻ, അബീബ് ഷാ, പി ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ബേപ്പൂർ കോർപ്പറേഷന്റെ മേഖലാ കാര്യാലയത്തിൽ പണമടച്ചവർക്ക് മണൽ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ ഓഫീസർ ആനിയെയും സൂപ്രണ്ട് പി ഹരിദാസിനെയും തടഞ്ഞുവച്ചു. യൂത്ത് കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പ്രബനീഷ് കൊമ്മെടുത്ത്, ബ്രിജേഷ്, മുജീബ്, എം വി ഷിഹാബ്, പി ബേബി ഗിരിജ, ഷജിനാസ്, സുധീർ മുണ്ടേക്കാട് തുടങ്ങിയവർ ഓഫീസ് വളഞ്ഞ് സൂപ്രണ്ടിനെ ഘരാവോ ചെയ്യുകയായിരുന്നു. മണൽ ഉപഭോക്താക്കളിൽ നിന്ന് കോർപ്പറേഷൻ ഓരോ ലോഡിനും 1250 രൂപ നിരക്കിൽ മാസങ്ങൾക്ക് മുൻപ് പണം സ്വീകരിച്ച് രസീത് നൽകിയിരുന്നു. ഇതുവരെ മണൽ നൽകിയില്ല. ഉടൻ മണൽ നൽകണമെന്നും അല്ലെങ്കിൽ പണം തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സൂപ്രണ്ടിനെ ഘരാവോ ചെയ്തത്. കോർപ്പറേഷൻ സെക്രട്ടറിയെ മണൽ വിതരണ രംഗത്തെ പ്രതിസന്ധി അറിയിക്കാമെന്നും ഈ മാസം 16-ന് തീരുമാനം അറിയിക്കാമെന്നും ബേപ്പൂർ SI എ ഉബൈദത്തിന്റെ സാന്നിധ്യത്തിൽ കോർപ്പറേഷൻ മേഖലാ കാര്യാലയ അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഘരാവോ അവസാനിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ദേശീയ സംഘടനയായ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മുൻ മന്ത്രി പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മുൻ മന്ത്രി അഡ്വക്കേറ്റ് പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കേന്ദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് CGEC സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും തീരുമാനങ്ങളും സമ്മേളനത്തിൽ നടന്നു. ചടങ്ങിൽ INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി NS പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. CGEC സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പത്മകുമാർ, DCC പ്രസിഡന്റ് KC അബു, KPCC ജനറൽ സെക്രട്ടറിമാരായ N സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, അഡ്വക്കേറ്റ് KP അനിൽകുമാർ, CGEC സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി ക്ലീറ്റസ്, PV ഗംഗാധരൻ, MV പത്മനാഭൻ, PM അബ്ദുറഹ്മാൻ, K അനന്തൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് 7ാം ശമ്പള കമ്മീഷനും കേന്ദ്ര ജീവനക്കാരുടെ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CGEC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി NS പിള്ള അധ്യക്ഷം വഹിച്ചു. ജില്ലാ വാർത്തയിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. കൊള്ളാലോ. ഏതാ സാർ പുതിയ പരസ്യം? ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പരസ്യമാണ്. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. എനിക്കോ? മക്കളൊക്കെ വലുതായി വരികയല്ലേ, സ്വർണം സമ്പാദിക്കണ്ടേ? ലളിതമായ തവണകളിൽ സ്വർണത്തിൽ നിക്ഷേപിക്കൂ. കാലാവധി തീരുമ്പോൾ വർദ്ധിച്ച മൂല്യവും ബോണസും നേടും. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അപ്പോൾ തന്നെ സ്വർണമായി മാറ്റുന്നു. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. ലാലേട്ട, ഇത് ഏതാ ഷൂട്ടിംഗ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. വാർത്തകൾ തുടരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ജീവിതശൈലി രോഗങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടപ്പിലാക്കുന്ന ക്യാച്ച് ദം യങ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജാനമ്മ കുഞ്ഞുണ്ണി നിർവഹിച്ചു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് IMA കോഴിക്കോട് ശാഖയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ വെച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി നിർവഹിച്ചു. ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണെന്ന് ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ബീച്ചിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഒരു 2-3 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കുക.
അവിടെ ഫാസ്റ്റ് ഫുഡുകാർ ആ സമയത്ത് പ്രത്യക്ഷപ്പെടും. നല്ല നല്ല മണമാണ്. ഭക്ഷണത്തിന്റെ ഏറ്റവും സുഗന്ധം നമുക്കവിടെ അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ആ മണം അവിടെ പൊരിച്ചു കൂട്ടുന്ന ഈ ആടിനെയൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ പൊരിച്ചവിടെ നിർത്തി ഇങ്ങനെ വെട്ടിയിട്ട് കൊടുക്കും, കോഴിയൊക്കെ വെട്ടിയിട്ട് കൊടുക്കും. അത്ര നല്ല ഗംഭീരമായിട്ട് അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അത് ഏത് എണ്ണയിൽ ഉണ്ടാക്കുന്നു, അതിനകത്ത് എന്തെല്ലാം സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർക്കുന്നു, അതിനകത്ത് ഈ രുചി കൂടുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ ചേർക്കുന്നു നിങ്ങൾ ആലോചിക്കട്ടോ. ക്യാച്ച് ദം യൂത്ത് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണമാണ് ഈ പ്രൊജക്ടിന്റെ പ്രധാന ഉദ്ദേശം. സമൂഹത്തിലെ പ്രമേഹ രോഗത്തിന്റെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളുടെയും തോത് ഗണ്യമായി കുറയ്ക്കുവാനുള്ള ഈ ശ്രമം വഴി കോഴിക്കോട് സിറ്റിയിലെ എല്ലാ പ്രധാന സ്കൂളുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. IMA പ്രസിഡന്റ് ഡോക്ടർ KP ബാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ AK അബ്ദുൽ ഖാദർ, IMA സെക്രട്ടറി ഡോക്ടർ റോയ് R ചന്ദ്രൻ, ഫാദർ ജോൺ മണ്ണാത്തറ, ബേബി C മാത്യു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നവംബർ 19, 20, 21 തീയതികളിൽ എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടക്കുക. കോഴിക്കോട് ജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 5000-ലേറെ കലാപ്രതിഭകൾ മാറ്റിയിരിക്കുന്ന ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 19, 20, 21 തീയതികളിൽ എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ പ്രചരണത്തിനായി വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓൺലൈൻ വെബ് ടെലികാസ്റ്റിംഗ് വഴി ലോകത്തെല്ലായിടത്തും ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ വാർത്തകൾ അറിയിക്കാനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓൺലൈൻ രംഗത്ത് ഇതിനോടകം ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞ ജില്ലാവാർത്തകൾ.com ആണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ P. അനിൽ. നമ്മൾ കലോത്സവ വിശേഷങ്ങൾ, അതുപോലെ തന്നെ വാർത്തകൾ, ദൃശ്യങ്ങൾ എല്ലാം ഓൺലൈൻ വഴി ടെലികാസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ ടെലികാസ്റ്റിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന റൂറൽ ഡെവലപ്മെന്റ് കമ്മീഷണർ ശ്രീ KV മോഹൻകുമാർ IAS ആണ്. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി AK ശശീന്ദ്രൻ MLA ചെയർമാനും മേയർ പ്രൊഫസർ AK പ്രേമജം, ജില്ലാ കളക്ടർ CA ലത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല എന്നിവർ രക്ഷാധികാരികളുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന 8 വേദികളിലാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. പരിപാടികളെക്കുറിച്ച് സംഘാടക സമിതി ജനറൽ കൺവീനർ സജീവൻ കളത്തിൽ. ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം 2013 നവംബർ 19, 20, 21 തീയതികളിലായിട്ട് എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ മേളയുടെ നടത്തിപ്പിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു വലിയൊരു വിജയമാക്കി തീർക്കാനുള്ള അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചേവായൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ CA ലത നിർവഹിച്ചിരുന്നു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. സെന്റ് വിൻസെന്റ് കോളനി ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസമായി നടന്നുവന്ന സിറ്റി ഉപജില്ലാ വിദ്യാരംഗ കലാസാഹിത്യോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിറ്റി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി കലാസാഹിത്യോത്സവങ്ങൾക്ക് സമാപനം. സെന്റ് വിൻസെന്റ് കോളനി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് പരിപാടികൾ നടന്നത്. A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സംവിധായകൻ VN വിനു മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. ചിത്രരചന, കഥാരചന, കവിതാരചന, ഉപന്യാസ രചന, കടങ്കഥ, കഥാകഥനം, കുട്ടിക്കവിത ആലാപനം, കാവ്യമഞ്ജരി, നാടൻപാട്ട്, സാഹിത്യ ക്വിസ്, പ്രസംഗം, കയ്യെഴുത്ത് മാസിക നിർമ്മാണം, കവിതാലാപനം എന്നിവയാണ് മത്സരങ്ങളിൽ നടന്നത്. സമാപന സമ്മേളനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ PR നാഥൻ ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡിസംബർ 30 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ പരമ്പരാഗത വ്യവസായ തൊഴിലാളി ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. കോഴിക്കോട് എൻജോയ് യൂണിയൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 30 സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ പരമ്പരാഗത വ്യവസായ തൊഴിലാളി ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു.
പരമ്പരാഗത വ്യവസായ മേഖലയെ തകർച്ചയിൽ നിന്നും സംരക്ഷിക്കുക, നിയമനിഷേധം അവസാനിപ്പിക്കുക, വാർദ്ധക്യ പെൻഷൻ 1000 രൂപയാക്കി നിശ്ചയിക്കുക, PF പെൻഷൻ പ്രതിമാസം 1000 രൂപയെങ്കിലും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത്. കോഴിക്കോട് NGO യൂണിയൻ ഹാളിൽ ചേർന്ന കൺവെൻഷനിൽ PA ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. അളത്തിൽ വാസു അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ പ്രസിഡന്റ് BP കുഞ്ഞികൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭാവി പ്രവർത്തന പരിപാടി CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ അവതരിപ്പിച്ചു. PT രാജൻ, K ശ്രീധരൻ, CP രാംദാസ് എന്നിവർ സംസാരിച്ചു. PA ചന്ദ്രശേഖരൻ കൺവീനറായി പരമ്പരാഗത വ്യവസായ ജില്ലാ സംരക്ഷണ സമിതിക്ക് രൂപം നൽകി. സെക്രട്ടറിയുടെ മാർച്ചിന്റെ മുന്നോടിയായി 20-നും 30-നും ഇടയിൽ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കും. CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ നേതൃത്വം നൽകുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് ഡിസംബർ 17-ന് ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ഡിസംബർ 27-ന് പരമ്പരാഗത വ്യവസായ തൊഴിലാളി സംരക്ഷണ ദിനമായി ആചരിക്കുവാനും തീരുമാനിച്ചു. ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കാനാവുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം നിയന്ത്രിച്ച് ഹോട്ടൽ വ്യവസായം സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ടൌൺ ഹാളിൽ മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ സുമേഷ് ഗോവിന്ദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ജോസ്മാൻ, ജയപാൽ, ബാലകൃഷ്ണൻ പുതുവാൾ, AK മുഹമ്മദ് ഫൌസീർ, V ആഷിഖ്, കോയമ്മൻ എന്നിവർ സംസാരിച്ചു. സുരക്ഷാ നിധിപ്പെട്ടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MV ഹബീബ് മുഹമ്മദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മെമ്പർഷിപ്പ് വിതരണം സംസ്ഥാന ട്രഷറർ മൊയ്തീൻകുട്ടി ഹാജി ഫൈസലിന് നൽകി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M അബ്ദുൽ നസീർ സ്വാഗതവും മുഹമ്മദ് സുഹൈൽ നന്ദിയും പറഞ്ഞു. തകരുന്ന ഹോട്ടൽ വ്യവസായം സെമിനാർ സംസ്ഥാന പ്രസിഡന്റ് G സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേളിവട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MA റസാഖ്, N സുഗുണൻ, കൌൺസിലർ P കിഷൻചന്ദ്, ജില്ലാ രക്ഷാധികാരി അഹമ്മദ് ദേവർഗോവിൽ, സംസ്ഥാന സെക്രട്ടറി BK കുഞ്ഞഹമ്മദ്, റഫീഖ് ചൊക്ലി എന്നിവർ സംസാരിച്ചു. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ഉൽപ്പന്ന വൈവിധ്യങ്ങളുടെ കലവറയായ ചന്തക്കാരി പ്രദർശനം CSI ഹാളിൽ ആരംഭിച്ചു. തുണിത്തരങ്ങളും കൈത്തോൽ ഉൽപ്പന്നങ്ങളും പുസ്തകങ്ങളും കേക്കുകളും കൊണ്ട് ആകർഷകമാണ് പ്രദർശനം. കോഴിക്കോടൻ പെരുമയ്ക്ക് മാറ്റുകൂട്ടിയ കലാസി പരമ്പരയിലെ മുതിർന്നവരായ ബേപ്പൂർ അബ്ദുറഹിമാൻ, ബേപ്പൂർ ആലിക്കോയ എന്നിവരാണ് ചന്തക്കാരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ഉൽപ്പന്ന വൈവിധ്യങ്ങളുടെ കലവറയായി ചന്തക്കാരി പ്രദർശനം CSI ഹാളിൽ ആരംഭിച്ചു. തുണിത്തരങ്ങളും കൈതോല ഉൽപ്പന്നങ്ങളും പുസ്തകങ്ങളും കേക്കുകളും കൊണ്ട് ആകർഷകമാണ് പ്രദർശനം. കോഴിക്കോടൻ പെരുമയ്ക്ക് മാറ്റുകൂട്ടിയ ഖലാസി പരമ്പരയിലെ മുതിർന്നവരായ ബേപ്പൂർ അബ്ദുറഹ്മാൻ, ബേപ്പൂർ ആലിക്കോയ എന്നിവരാണ് ചന്തക്കാരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. എത്ര ഭാരമുള്ള സാധനങ്ങളും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന അതിവിദഗ്ധരായ തൊഴിലാളികളാണ് ഖലാസികൾ. ജീവിതാന്ത്യത്തിൽ ഊന്നി നടക്കാൻ ഒരു വടിയും മരുന്ന് വാങ്ങാൻ ഒരു കുപ്പിയും മാത്രമാവും സമ്പാദ്യമെന്ന് ഖലാസികൾ പറഞ്ഞു. CSI ഹാളിൽ പൊതുസമൂഹത്തോട് സംവദിക്കുകയായിരുന്നു അവർ. കഠിനവും സാഹസികവുമായ തൊഴിൽ ചെയ്യുന്നവരെ സർക്കാർ ഇതുവരെ തൊഴിലാളികളായി പോലും അംഗീകരിച്ചിട്ടില്ല. പണിക്കിടയിൽ അപകടം സംഭവിച്ചവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല.
സീസണിലുള്ള പണിയല്ലാതെ സ്ഥിരമായി വരുമാന മാർഗവുമില്ല ഇവർക്ക്. ഖലാസികൾക്ക് ഇന്ന് വംശനാശം സംഭവിക്കുകയാണ്. പുതുതലമുറ ഈ തൊഴിലിലേക്ക് വരാൻ തയ്യാറല്ല. തൊഴിൽ പഠിപ്പിക്കുന്നതിന് പുസ്തകമോ ക്ലാസോ ഇല്ല. വിദഗ്ധനായ തൊഴിലാളികൾക്കൊപ്പം നിന്ന് പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പണിയെടുത്ത് പഠിക്കുക എന്നാണ് ഇതിന്റെ രീതിശാസ്ത്രം. ഒരു ജന്മം പണിയെടുത്തവർക്ക് അവസാന കാലത്ത് രോഗം മാത്രമാണ് കൂട്ടെന്നും സർക്കാർ ഇവർക്കായി ക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും സംവാദത്തിൽ പങ്കെടുത്ത അബ്ദുൾ റഹ്മാൻ ബാവയും എം ആലിക്കോയും പറഞ്ഞു. ചന്തക്കാരി പ്രദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വസ്തു രാമച്ചം കൊണ്ടുള്ള സാധനങ്ങളാണ്. രാമച്ച വിശറി, രാമച്ച തൊപ്പി എന്നിവ പല വലിപ്പത്തിലുമുണ്ട്. ഇരിക്കുന്നതിനും ചാരുന്നതിനുമുള്ള മെത്തകളും രാമച്ചത്തിൽ തീർത്തിരിക്കുന്നു. മധ്യപ്രദേശ് സർക്കാരിന്റെ മൃഗനയനി തുണികൾ, തഴയിൽ തീർത്ത വിവിധ തരം ബാഗുകൾ, പഴയകാലത്തെ വട്ടികൾ, തുണിയിലുള്ള ലാപ്ടോപ്പ് ബാഗുകൾ എന്നിവയെല്ലാം സ്റ്റാളിലുണ്ട്. പ്രകൃതിദത്തമായ ആഭരണങ്ങളാണ് വിൽപ്പനയിൽ മുന്നിൽ. വിവിധ തരം മാലകൾ, കമ്മൽ, വള എന്നിവയും പ്രദർശനത്തിലുണ്ട്. പ്രദർശനം 14-ന് സമാപിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണകൂടം കെട്ടിച്ചമച്ച വ്യാജ കേസുകളുടെ ജനകീയ തെളിവെടുപ്പ് 2014 ഫെബ്രുവരിയിൽ കോഴിക്കോട് വെച്ച് നടത്തുമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ടി മുഹമ്മദ് വേളം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 22, 23 തീയതികളിൽ നടക്കുന്ന ജനകീയ തെളിവെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും റാലിയും ഡിസംബർ 10-ന് മനുഷ്യാവകാശ ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. പരിപാടികളുടെ ഭാഗമായി നിയമസാക്ഷരതാ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കൊയിലാണ്ടി നഗരസഭ സംഘടിപ്പിക്കുന്ന വിജയോത്സവം പരിപാടിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വിജയശതമാനം ഉയർത്താൻ വേണ്ടി പിയർ ഗ്രൂപ്പ് പരിശീലനം, കോൺഫിഡന്റ് ബിൽഡിംഗ് ക്യാമ്പ്, കരിയർ ഗൈഡൻസ് തുടങ്ങിയ പരിശീലന പരിപാടികൾക്കാണ് വിജയോത്സവം പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. പ്രിൻസിപ്പൽ പി വത്സല അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ ടി പുഷ്പ, PTA പ്രസിഡന്റ് UK ചന്ദ്രൻ, വിദ്യാഭ്യാസ കോർഡിനേറ്റർ MG ബൽരാജ്, ടി ജയരാജ്, എസ് സുഭാഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സിനിമയായ തൂബ കുട്ടികളുടെ ദിവസമായ നവംബർ 14-ന് ആദ്യ പ്രദർശനം നടത്തും. സംവിധായകൻ VM വിനു, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ആദ്യ പ്രദർശനം. പൊതുജനങ്ങൾക്കായി നളന്ദ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6:30-നും സിനിമ പ്രദർശിപ്പിക്കും. ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും കുട്ടികൾ തന്നെ പ്രവർത്തിച്ച തൂബ എന്ന സിനിമ സ്കൂൾ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപക സിസ്റ്റർ റോസറൈറ്റ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഭാരതീയ വിദ്യാനികേതൻ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം നടത്തി. രാമനാട്ടുകര നിവേദിത വിദ്യാപീഠത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ബേപ്പൂർ അങ്ങാടിയിൽ സമാപിച്ചു. നിവേദിത പ്രിൻസിപ്പൽ കെ വേലായുധൻകുട്ടി ദീപശിഖ കൈമാറി ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത യാത്രയ്ക്ക് ഫറൂഖ്, ചെറുവണ്ണൂർ, BC റോഡ് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. കെ ശിവദാസ്, പി ജിതേഷ്, AV സജീവൻ, ഗോകുൽദാസ്, മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. കുറ്റിച്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ 15-ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച 2,22,00,000 രൂപ ചെലവഴിച്ചാണ് സ്കൂളിൽ ബഹുനില കെട്ടിടം പണിതീർത്തത്. മന്ത്രി ഡോക്ടർ MK മുനീർ അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ MK രാഘവൻ MP-യും ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫും മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഏറെക്കാലമായി സ്കൂൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിമിതികൾക്ക് പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമാകുന്നതോടെ പരിഹാരമാകുമെന്നും സ്കൂൾ അധികാരികൾ പറഞ്ഞു. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കർഷക സഹായ കേന്ദ്രത്തിന്റെയും JLG ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള കൃഷി വികസന പരിശീലനത്തിന്റെ ഉദ്ഘാടനവും പൂക്കാട് FF ഹാളിൽ നടന്നു. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രഹാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത മതിലിച്ചേരി അധ്യക്ഷത വഹിച്ചു. ക്ലാസുകൾക്ക് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷാമണി നേതൃത്വം നൽകി. ADMC സലാം, M ഷെരീഫ, PK ഉണ്ണികൃഷ്ണൻ, ശാലിനി ബാലകൃഷ്ണൻ, ഇന്ദിര വികാസ്, M സതീദേവി എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS ഭീകരതയ്ക്കെതിരെ SFIയുടെ പ്രതിഷേധ കൂട്ടായ്മ. ജില്ലയിലെ വിവിധ കോളേജുകളിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. കുടിവെള്ളത്തിൽ മാലിന്യം കലർത്തിയതായി പരാതി. കെട്ടിട ഉടമക്കെതിരെ കേസെടുക്കണമെന്ന് SC/ST ഐക്യവേദി. നവംബർ 16-ന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കളക്ടർ CA ലത.
ജില്ലാ വാർത്തയുടെ ഈ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.